വാടിയുടെ ചുമരിൽ മറഞ്ഞിരിക്കുകയാണ് ഒരു വിജയിക്കാത്ത രഹസ്യം. 12 വർഷങ്ങളായി കാത്തുകൊണ്ടിരിക്കുകയാണ് പ്രതികാര ചിന്ത. ചംചമ്മിയുടെ നിലവിളിയിലുണ്ടായിരുന്നു വേദനയും സ്നേഹവും. യഥാർത്ഥ മനസ്സു തുറന്നു അവൻ തിരികെ വരാനുള്ള പാത. പാപത്തിന്റെ ശ്വാസം നിന്നു ആ വാതിലിന്റെ രാത്രിയിൽ. നേരം വെളുത്തതും വിജയിച്ചു വാടിയുടെ എല്ലാ ആഗ്രഹങ്ങളും. ലഹരിയിൽ ഒരാള് തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. പിന്നെ അകത്ത് വന്ന് എല്ലാരെയും അധികം ചീത്ത വിളിക്കാൻ തുടങ്ങി. തള്ളിക്കോ, എനിക്ക് ആരും വേണ്ട, എല്ലാവരെയും നോക്കിക്കൊള്ളുന്നു, ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ കട്ടിലിൽ ചെന്നിരുന്നു. കട്ടിൽ എന്നെ നിദ്രപ്പിക്കുന്നോ ഇല്ലേ? ശരി, വിട്ടേക്ക്, ഞാൻ നിന്റെ മേലെ ഉറങ്ങിയേക്കാം. ദൈവമേ. അയാള് കിടന്നു. പിന്നെ ചെന്നായകളുടെ ശബ്ദം കേൾക്കുകയായിരുന്നു. അവൻ ഒന്നും തന്നെ കൂട്ടാക്കിയില്ല. അവൻ ശാന്തമായി കിടന്നുറങ്ങി. ഒരു കൊതുക് വന്ന് അവന്റെ കവിളിലിരുന്നു. അവൻ കണ്ണു മൂടിക്കൊണ്ട് തന്നെ അതിനെ അടിച്ചു. കുറച്ചു സമയത്തിന് ശേഷമാണ് അവന് മനസ്സിലായത് മറ്റൊരു കൊതുക് അവന്റെ കവിളിലിരിക്കുകയാണെന്ന്. എന്തായത്, കൊതുക് കൊണ്ടല്ലേ? ആ ആള് തന്റെ കണ്ണു തുറന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവൻ നോക്കിയപ്പോൾ അവന്റെ നേരെ മുകളിൽ ഒരു കിന്നർ പ്രേതം ചുറ്റുകയായിരുന്നു. അവൻ പേടിച്ച് നിലവിളിച്ചു. അവന് വിയർത്തൊലിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ശരീരം ആകെ മരവിച്ചതുപോലെയായി. അവന്റെ കണ്ണൊക്കെ വ്യത്യാസമായി മാറി. ഒരു ക്ഷണം കൊണ്ട് അവന്റെ കണ്ണൊക്കെ കറുപ്പായി മാറിയിരുന്നു. പിന്നെ അവന് രക്തക്കണ്ണീർ വരാൻ തുടങ്ങി. അവന്റെ വായിൽ നിന്നും രക്തം വരാൻ തുടങ്ങിയിരുന്നു. ആ പ്രേതം അവനെ മോശമായ ഒരു ചിരിയോടുകൂടി നോക്കാൻ തുടങ്ങി. കുറച്ചു ദിവസത്തിന് ശേഷം ഗ്രാമത്തിൽ എക്സിബിഷൻ നടക്കുകയായിരുന്നു. എല്ലാവരും എക്സിബിഷനിൽ ഉണ്ടായിരുന്നു. ജനങ്ങൾ കടകളിൽ സാധനം വാങ്ങിക്കുകയായിരുന്നു. ചിലരൊക്കെ ഫുഡ് സ്റ്റാളിൽ നിന്നുകൊണ്ട് ആഹാരം കഴിക്കുകയായിരുന്നു. കുട്ടികളൊക്കെ ഊഞ്ഞാലയും മറ്റുള്ള കളികളും കളിക്കുകയായിരുന്നു. ചിലരൊക്കെ റോട്ടിൽ മാജിക് ചെയ്യുന്നവർ ചെയ്യുന്നത് നോക്കി സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ കഥയുടെ നായകൻ സാഗർ ആ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് വന്നു. അവൻ സിറ്റിയിലുള്ള ആളാണ്. ഇവിടെ ആ കൊട്ടാരവുമായി ബന്ധമുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽ ചെയ്യാനായി വന്നിരിക്കുകയാണ്. അവന്റെ ജോലിക്കിടയിലാണ് അവൻ എക്സിബിഷന് വന്നിരിക്കുന്നത്. അവൻ ഗ്രാമത്തിലെ ജനങ്ങളുടെ സന്തോഷം കണ്ടു. പിന്നെ നോക്കി എല്ലാരും എങ്ങനെ ഒന്നിച്ചവിടെ വന്നിരിക്കുന്നുവെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് അവനൊരു ഫോൺ വന്നത്. ഹലോ. ഹലോ ഹലോ സംസാരിക്കേണ്ടത് കേൾക്കില്ല. ഹലോ, വാടിയിലെ ഇരിക്കൂ, ഞാൻ കുറച്ച് സമയത്തിൽ ഫോൺ ചെയ്യാം. സാഗർ കയ്യിൽ ഫോൺ എടുത്തുകൊണ്ട് ആ എക്സിബിഷനിൽ നിന്നും പുറത്തു വന്നു. അദ്ദേഹം വളരെ വേഗതയിൽ നടന്നു വന്നു. ഫോൺ കയ്യിൽ പൊക്കി പിടിച്ചുകൊണ്ട് ഏതോ നെറ്റ്വർക്ക് തേടുന്നത് പോലെ. ചേടാ, ഈ ഗ്രാമത്തിൽ ഇതേ പ്രശ്നം തന്നെയാണ്. നെറ്റ്വർക്ക് എവിടെയും കിട്ടുന്നേ ഇല്ല. അതിനിടയ്ക്ക് ഒരു മരത്തിനടുത്ത് അദ്ദേഹത്തിന് നെറ്റ്വർക്ക് കിട്ടി. അദ്ദേഹം അവിടെ തന്നെ നിന്നു. കിട്ടിപ്പോയി. സാഗർ ഉടനെ ഫോൺ ചെയ്തു. ഹലോ. പൂവർ സാർ, പറയൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് വാടിയൻ്റെ കാര്യം പൂർത്തിയായോ അല്ല എന്ന് ചോദിച്ചത്. കുറച്ച് ആൾക്കാർ കാണാൻ വന്നു സാർ. പക്ഷേ അവരുടെ അടുത്ത് ഏതൊരു റിപ്ലൈയും ഇല്ല. എന്തെങ്കിലും കാര്യം അറിഞ്ഞാൽ ഞാൻ വേഗം തന്നെ നിങ്ങളോട് പറയുന്നു. ശരി, ഓർമ്മയിൽ വെച്ചോളൂ. നിങ്ങളുടെ അടുത്ത് ഇനിയും 1 മാസമാണ് സമയമുള്ളത്. മഹാറാണി അതിനു മുകളിൽ സമയം തരില്ല. അതെ സാർ, എനിക്കും അറിയും. ശരി, ഞാനിപ്പോൾ ഫോൺ വെക്കുന്നു. എൻ്റെ മറ്റൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്. സാഗർ നുണ പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്തു. ഒരു വട്ടം പുറകിൽ എക്സിബിഷൻ നടക്കുന്ന ഗേറ്റിലേക്ക് നോക്കി. പിന്നെ വീണ്ടും അവിടെ നിന്നും പോയി. സാഗർ ചായക്കടയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ബെഞ്ചിൽ ചെന്നിരുന്നു. ഷെടാ മോനെ സഞ്ജു, നീ എന്താ ഇന്ന് കട വെച്ചിട്ടുണ്ടോ? എന്തു പറ്റി? ഏതൊരു പ്രശ്നവും ഇല്ലല്ലേ? നീ വിഷമത്തോടുണ്ട്. ഒരാഴ്ചയായിട്ട് പ്യാരിലാളും വന്നിട്ടില്ല. അച്ഛനില്ല. എന്ത്? എങ്ങനെ? ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? വാടിയുടെ പ്രേതം കൊന്നുകളഞ്ഞു. വാടി പ്രേതമോ? ചംചമി എന്ന് വെച്ചാൽ? ഇത് ഗ്രാമത്തിലെ വാടിയുടെ പ്രേതമാണ്. അവർ നൃത്തം കളിക്കുന്ന ശിഖണ്ഡിയാണ്. 12 വർഷത്തിന് മുൻപ് പഞ്ചമി ദിവസം വാടിയിൽ അവർ മരിച്ചുപോയി. അതെങ്ങനെ? അത് ആർക്കും തന്നെ അറിയില്ല. അന്നു മുതൽ ഈ ഗ്രാമത്തിന് എന്തോ ശാപമായതുപോലെ ആയിപ്പോയി. രാജാ സാറും അന്ന് രാത്രി തന്നെ തൂങ്ങി മരിച്ചെന്നാ പറയുന്നേ. അന്നു മുതൽ ആ ബോഡി ശപിക്കപ്പെട്ടതായി.
പിന്നെ അവിടെ ആരും തന്നെ താമസിക്കാനായില്ല. ഓരോ വർഷവും വസന്ത പഞ്ചമിക്ക് മുൻപ് കൊയ്ത്ത് നടക്കുന്നത് മുതൽ ഉത്സവം നടക്കുന്നത് വരെ അതിന്റെ ആത്മാവ് ഇവിടെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന്. വാടിയുടെ അടുത്ത് പോകുന്നത് ആരായിരുന്നാലും അവരെ അത് കൊന്നുകളയുമത്രേ. പ്യാരിലാലിന് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ലഹരിയിലായിരുന്നപ്പോൾ വാടിയുടെ ചുമരിൽ അദ്ദേഹം യൂറിൻ പോയി. അമ്മ വഴക്കു പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വീടിന് പുറത്ത് കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു. പിന്നെ രാവിലെ ചൂടുള്ള ഗ്ലാസ് കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം എല്ലാം കേൾക്കുകയായിരുന്നു. അദ്ദേഹം പൂർണ്ണമായി അത് വിശ്വസിച്ചില്ല, പക്ഷെ അറിയാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ നോക്കൂ സഞ്ജു, പ്യാരിലാലിന് നടന്നത് വളരെ തെറ്റായ കാര്യമാണ്. അതിന്റെ കാരണം വേറെന്തെങ്കിലും ഉണ്ടാവുമല്ലേ? ആർക്കാണോ അത് സംഭവിച്ചത് അവർക്കേ അത് മനസ്സിലാകൂ. നിങ്ങൾ ചായ കുടിക്കു ചേട്ടാ. സഞ്ജു പുറകിൽ തിരിഞ്ഞ് തറയിലുണ്ടായിരുന്ന ഡബ്ബിൽ പാത്രം കഴുകുകയായിരുന്നു. സാഗർ അത് വലുതായി ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ചായ കുടിച്ചിട്ട് പോയി. പിന്നെ അവിടെ നിന്നും പുറപ്പെട്ടു. വാടിയിൽ സാഗർ ഹാർഡ്വേ വഴി പോവുകയായിരുന്നു. അദ്ദേഹത്തിന് എന്തു തോന്നിയെന്നാൽ ഇപ്പോഴാണ് ആരോ പുറകിൽ നിന്ന് പോയതുപോലെ തോന്നി. ഉടനെ അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അത് ഏത് സ്ഥലത്താണോ തോന്നിയത് അതേ സ്ഥലത്തേക്ക് അദ്ദേഹം തിരികെ ചെന്നു. ആരാണത്? ആരാ അവിടെ? ഹലോ? അദ്ദേഹം പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ലായിരുന്നു, അത് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് ദിവ്യയായിരുന്നു. പെട്ടെന്ന് അവളെ കണ്ടിട്ട് അദ്ദേഹം പേടിച്ചു. എന്താ പേടിച്ചു പോയോ? ദിവ്യ, നീ ഇവിടെ എങ്ങനെയാണ്? നീ എൻ്റെ അടുത്ത് പറയില്ലല്ലോ. പറഞ്ഞാൽ നിങ്ങൾ വരാൻ സമ്മതിക്കുമോ? ചേടാ, കാര്യം അങ്ങനെയല്ല. പക്ഷേ നീ എങ്ങനെ ഇവിടെ വന്നു? കമ്പനി എനിക്ക് ലീവ് തന്നിരിക്കുന്നു. ഞാൻ വേറെ എവിടെങ്കിലും പോകുന്നതിന് പകരം നിങ്ങൾക്കല്പം ഹെൽപ്പ് ചെയ്യാന്ന് വന്നു, ബ്രോക്കർ സർ. ശരി, നല്ല കാര്യമാണ് ചെയ്തത്. പിന്നെ ദിസ് ഈസ് ദ മൊമെന്റ്, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ആദ്യത്തെ ട്രിപ്പ്. ശരി, വാ ഒരു ഫോട്ടോ എടുക്കാം. ദിവ്യയുടെ മുഖം തന്നെ മാറിപ്പോയി. അവൾ വിഷമത്തോടെയായിരുന്നു. സാഗർ അത് ശ്രദ്ധിച്ചില്ല, കാരണം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ തേടുകയായിരുന്നു. എന്റെ ഫോൺ എവിടെ പോയിട്ടുണ്ട്? എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അല്ല, സാരമില്ല, നമ്മൾ പിന്നീട് ഫോട്ടോ എടുക്കാന്നേ. പക്ഷേ എന്റെ ഫോൺ കണ്ടുപിടിക്കണമല്ലേ? തീർച്ചയായിട്ടും ടീ കടയിൽ വെച്ചിട്ടുണ്ടാവും. ശരി, വാ നമ്മൾ ചെന്ന് അവിടെ ചെക്ക് ചെയ്യാം. സാഗർ അവിടെ നിന്നും പുറപ്പെട്ടു. പിന്നെ ദിവ്യ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം പോകുന്നത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സാഗർ വേഗം സഞ്ജുവിനെ കാണാനായി ചെന്നു. പിന്നെ തന്റെ ഫോണിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. സഞ്ജു, ഇവിടെ നോക്ക്, എന്റെ ഫോൺ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടോ? ഫോണോ? നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫോൺ കയ്യിലെടുത്തില്ലല്ലോ. എന്ന് വെച്ചാൽ ഞാൻ എവിടെ വിട്ടു? അല്ല, എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും. വിട്ടേക്ക്. അതുവരെ നിങ്ങൾ എന്റെ ഫോൺ യൂസ് ചെയ്തോളൂ. വരൂ, നമുക്ക് പോകാം. സാഗർ സംശയത്തോടെ സഞ്ജുവിനെ നോക്കി. പിന്നെ ദിവ്യയോടൊപ്പം അവിടെ നിന്നും പോയി. രാത്രി സാഗർ ഫോൺ സംസാരിക്കായിരുന്നു. അദ്ദേഹം ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് വാങ്ങി. അപ്പോൾ ദിവ്യ അദ്ദേഹത്തിന് പുറകിൽ ഇരുന്നു കൊണ്ട് വാടിയുടെ കാറ്റലോഗ് നോക്കുകയായിരുന്നു. ആ സാർ, നാളെ 11 മണിക്ക് ഞാൻ നിങ്ങളെ അവിടെ വന്ന് കാണുന്നു. നിങ്ങൾ വന്നതിന് ശേഷം എനിക്ക് ഈ നമ്പറിലേക്ക് കോൾ ചെയ്യൂ. ആ ശരി. സാഗർ ഫോൺ വെച്ചു. എന്നിട്ട് ദിവ്യയെ തിരിഞ്ഞു നോക്കി. കണ്ടു, ഈ വാടി എത്ര ഭംഗിയായിരിക്കുന്നു. ഇതെന്തിനാണ് ഇവർ വിൽക്കുന്നത്? വലിയ ആൾക്കാർ വലിയ കാര്യമാണ്. ഇതിനെപ്പറ്റി എനിക്കെന്താ പ്രശ്നമുണ്ട്? എൻ്റെ ആഗ്രഹം ഇത് വേഗത്തിൽ വിട്ടുകളഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് വലിയ കമ്മീഷൻ കിട്ടാൻ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്തേക്കാം. തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്യും. സാഗർ അവളെ നോക്കി. എന്നിട്ട് ചിരിച്ചു. അവിടെ തന്നെ രാത്രി അവസാനിക്കുന്നു. അവിടെ ഗൂവൽ തന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഫോണ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് മഹാറാണി രമാവതി, അതായത് അദ്ദേഹത്തിന്റെ അമ്മ, അവിടേക്ക് വന്നത്. വാടിയുടെ കാര്യം എന്തായി മോനെ? സാഗർ അതിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഇനിയും അദ്ദേഹത്തിന് 1 മാസം സമയം തന്നിട്ടുണ്ട്. ഈ പണി പൂർത്തിയാക്കുമെന്ന് വിചാരിക്കുന്നു. വേഗം അതിന് എഗ്രിമെന്റ് ചെയ്ത് അവസാനിപ്പിക്ക്. എന്നാലേ ആ കാശ് ഉപയോഗിച്ച് നമ്മുടെ ജോലി ചെയ്യാനാകൂ. നമ്മളും ഒരു പ്രാവശ്യം അവിടെ ചെന്ന് കാണാമോ? അത് കാരണം ജോലി വേഗത്തിൽ പൂർത്തിയാവുമല്ലേ? രമാവതി സോഫയിൽ ഇരുന്നു. നീ പറയുന്നതും ശരിയാണ്. പിന്നെ വസന്ത പഞ്ചമിയും വരാൻ പോകുന്നു. പാടി പൂജ നടക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നാൽ നല്ലതാണ്. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. പിന്നെ ഈ കാര്യത്തിനെ സാഗറിനോട് പറയുന്നു. രമാവതി ശരിയെന്ന് തലകുലുക്കി. എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. മറ്റൊരു വശത്ത് സാഗർ വാടി ഗേറ്റിനകത്ത് ആ ക്ലയന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനാണ് തലേദിവസം രാത്രി അദ്ദേഹം ഫോൺ വിളിച്ചത്.
ദിവ്യ അവിടെ ഇല്ലായിരുന്നു. ഇവർ വരാനായിട്ട് എത്ര സമയം പിടിക്കുമെന്ന് അറിയില്ല. പിന്നെ ഈ ദിവ്യവും ശരിയുള്ള സമയത്തിൽ കാണാതെ പോകുന്നു. അവിടെ കാത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു വെളുത്ത കാറ് വരുന്നത് സാഗർ ശ്രദ്ധിച്ചു. കാരണം ആ കാറിൽ വരുന്ന ആള് തന്റെ ക്ലയന്റ് ആണെന്ന് അദ്ദേഹം കരുതി. കാർ അദ്ദേഹത്തിന് അടുത്ത് വന്ന് നിന്നു. അദ്ദേഹം അയാളെ സ്വാഗതം ചെയ്തു. അദ്ദേഹം അയാളെ വാടിയുടെ അകത്തേക്ക് കൊണ്ടുപോയി. അകത്തെ സാഗറും ക്ലയന്റും വാടിയുടെ വാളിൽ കൂടി നടക്കുകയായിരുന്നു. സാഗർ വാടിയുടെ ഓരോ സ്ഥലവും അദ്ദേഹത്തിന് കാണിച്ചു. നിങ്ങൾക്ക് ഇത് പിടിച്ചിട്ടുണ്ടോ? സ്ഥലം കാണാൻ ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഡീൽ എപ്പോൾ ചെയ്യാം? നിങ്ങൾ പറഞ്ഞാൽ നാളെ തന്നെ വാടിയുടെ ഓണറിനെ വർദ്ധിപ്പിക്കുന്നു. നമ്മൾ നാളെ തന്നെ ഇത് പൂർത്തിയാക്കാം. ഓക്കെ, നിങ്ങൾ അവരെ. ഇടയ്ക്ക് ക്ലയന്റിന് ഒരു ഫോൺ വന്നു. അദ്ദേഹം സാഗറിനോട് അതേ സ്ഥലത്ത് നിൽക്കാനായി ആംഗ്യം കാണിച്ചു. പിന്നെ ഫോൺ എടുക്കാനായി അകത്തേക്ക് ചെന്നു. അദ്ദേഹം ഒരു കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുകയായിരുന്നു. ഞാൻ ഡീൽ ഫൈനൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒറ്റ ദിവസത്തിൽ പൈസ ഏർപ്പാട് ചെയ്യണം. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണാടിയിൽ ഒരു രൂപം ശിഖണ്ഡിയുടെ രൂപത്തിൽ, പ്രേതത്തിന്റെ രൂപത്തിൽ കാണാൻ സാധിച്ചു. തുടക്കത്തിൽ പാവം അദ്ദേഹം ഒന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം കണ്ണാടിയിലേക്ക് നോക്കി. അദ്ദേഹം ആ പ്രേതത്തെ മുഴുവനായി കണ്ടതും തന്നെ അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. പ്രേതം അദ്ദേഹത്തെ നേർക്ക് നേർ നോക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം ശരിക്കും പേടിച്ചു പോയിരുന്നു. സമയം ഒരുപാടായി. പിന്നെ സാഗർ പടിക്കെട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. അദ്ദേഹം പെട്ടെന്ന് എണീറ്റു. പിന്നെ അദ്ദേഹത്തിന് തോന്നി ക്ലയന്റ് ഇനിയും തിരികെ വന്നില്ല എന്ന്. സാഗർ അദ്ദേഹത്തെ തേടിക്കൊണ്ട് അകത്തേക്ക് ചെന്നു. പക്ഷെ അദ്ദേഹത്തെ അവിടെ കണ്ടില്ല. അദ്ദേഹം 4 ദിക്കിലും നോക്കി. പക്ഷേ ക്ലയന്റ് അവിടെ എവിടെയുമില്ലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ദിവ്യ അവിടേക്ക് വന്നത്. നീ എന്താണ് ചെയ്തത്? ഇത്ര സമയമായിട്ട് നീ എവിടെ പോയിട്ടുണ്ട്? നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയാ? ഞാൻ നിങ്ങളെയാണ് തേടിക്കൊണ്ടിരുന്നത്. ദിവ്യ അദ്ദേഹത്തിന്റെ കയ്യിൽ ഫോൺ നൽകി. ഇതാ പിടിക്കൂ, സംസാരിക്കൂ. കുമാർ സാർ ഫോൺ വിളിച്ചിരുന്നു. എന്ത്? ഫോൺ ചെയ്തോ? തരൂ തരൂ, വേഗം തരൂ. സാഗർ ഫോൺ വാങ്ങി. എന്നിട്ട് ലിവിംഗ് ഏരിയയിലേക്ക് ചെന്നു. കുമാറിന് വീണ്ടും ഫോൺ ചെയ്തു. ഹലോ, കുമാർ സാർ, നിങ്ങൾ ഫോൺ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം ഒരു പുതിയ ഫോൺ വാങ്ങിയേക്ക്. ഞാൻ എത്ര സമയമായിട്ട് കാൾ ചെയ്യുന്നു, ദിവ്യ ഫോൺ എടുക്കുന്നേ ഇല്ല. സോറി കുമാർ സാർ, പറയൂ, നിങ്ങൾ ഏതോ പറയാൻ വന്നതല്ലേ? ഇന്ന് വൈകിട്ട് ഞാൻ അവിടെ വരുന്നു. നാളെ വാടിയിൽ ഒരു വലിയ യാഗം നടക്കാൻ പോകുന്നുണ്ട്. വസന്ത പഞ്ചമിയുടെ യാഗമാണ്. റെഡി ആയിട്ടിരുന്നോളൂ. ശരി കുമാർ സാർ, ഞാൻ നോക്കിക്കൊള്ളുന്നു. കുമാർ ഫോൺ വെച്ചു. ദിവ്യ സാഗറിന്റെ പുറകിലായി നിന്നവൾ അടുത്തു വന്നു. എന്തുപറ്റി? കുമാർ സാർ വൈകുന്നേരം ഇവിടെ വരുന്നുണ്ട്. ദിവ്യയുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അതായത് ഈ സാഹചര്യത്തിനു വേണ്ടി അവൾ കാത്തുകൊണ്ടിരുന്നത് പോലെ. ഹലോ, എന്താ ആലോചിക്കുന്നു? കുമാർ സാറാണ് വരുന്നത്, യുവരാജനല്ല. നമ്മൾ ഇവിടെ നിന്ന് പോവാം. അതെ അതെ, ഒന്നുമില്ല, വരൂ. രണ്ടുപേരും അവിടെ നിന്നും പോയി. രാത്രി കുമാർ പിന്നെ രമാവതിയുടെ പ്രൈവറ്റ് ജെറ്റ് ലാൻഡായി. കുമാറും രമാവതിയും ഫ്ലൈറ്റിൽ നിന്നും പുറത്തു വന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മാനേജർ അവരെ കാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രമാവതി കാറിൽ കയറിയിരുന്നു. കുമാർ കാറിൽ ചെന്ന് കയറി ഇരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. മാനേജർ എന്തോ അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു. കുമാർ ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് കാറിൽ കയറി. കാർ അവിടെ നിന്ന് തിരിച്ചു. മറ്റൊരു വശത്ത് സാഗർ തന്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ചെയറിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ദിവ്യ അവിടെ ബെഡിൽ ഇരിക്കുകയായിരുന്നു. ആ കുമാർ സാർ ഇതിനകത്ത് എത്തിക്കാണുമല്ലേ? എത്തിയേക്കണം. എന്തിനാ? ഇല്ല, ഒന്നുമില്ല, വെറുതെയാണ് കേട്ടത്. കുമാർ സാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് മുതൽ അവരുടെ മേലെ നീ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. എന്നെ വിട്ടിട്ട് അദ്ദേഹത്തോട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു എന്തോ? ഇല്ല ഇല്ല, ഞാൻ നിങ്ങളോട് വെറുതെ ചോദിച്ചതാ. വാടിയിൽ രമാവതി സാധാരണ ചെയറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുമാർ 2 കപ്പ് കോഫി കൊണ്ടുവന്നത്. അത് അദ്ദേഹം ടേബിളിൽ വെച്ചു. എന്നിട്ട് അവരുടെ മുൻപിൽ ഇരുന്നു. എല്ലാ ഏർപ്പാടുകളും പൂർത്തിയായിട്ടുണ്ട്. നാളെ നടക്കാൻ പോകുന്ന യാഗത്തിന് ശേഷം ഈ വാടി പ്രശ്നങ്ങളെല്ലാം പൂർത്തിയായി പോകും. പിന്നെ എൻ്റെ ചില കൂട്ടുകാരനും ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഈ വാടീനെ വാങ്ങുന്നുവെന്ന് പറയുന്നുണ്ട്. എല്ലാം പൂർത്തിയായാൽ ഞാൻ നാളെ തന്നെ സംസാരിച്ചോളും. ശരി, നിനക്കിത് ഓർമ്മയിരിക്കട്ടെ. ഒരുപാട് വർഷങ്ങളായി ഈ ഗ്രാമത്തിൽ ഇക്കാര്യം നമ്മൾ മറച്ചു വെച്ചിരിക്കുകയാണ്. അത് ആർക്കും അറിയാൻ പാടില്ല. നിന്റെ കൂട്ടുകാർക്കും അറിയാൻ പാടില്ല. അത് കാരണം നമ്മുടെ ജോലിയും ഇല്ലാതായേക്കാം. കുമാർ ആഴ്ന്നു ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം 12 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത തെറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി.
12 വർഷങ്ങൾക്ക് മുൻപ് രാജാവ് വിജയ് സിംഗ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നു. ചംചമി എന്ന് പേരുള്ള ഒരു ശിഖണ്ഡി അദ്ദേഹത്തിന് മുൻപിൽ നൃത്തം കളിക്കുകയായിരുന്നു. അവർ രാജാവിന് ഇഷ്ടമുള്ള കലാകാരന്മാരിൽ ഒരാളാണ്. പിന്നെ രാജാവ് അവരെ കലാകാരന്മാരിൽ ഒരാളായി മാത്രം കാണാതെ അനിയത്തിയായും കണ്ടിരുന്നു. വാവ് ചംചമി വാവ്, ഇന്ന് പോലും നീ അങ്ങനെ തന്നെ ഉണ്ട്. 23 വർഷങ്ങൾ മുൻപ് നിന്നെ കണ്ടതുപോലെ തന്നെ ഉണ്ട്. രാജാവ് എണീറ്റു. തന്റെ സ്വർണമാല ഊരി അത് ചംചമിയുടെ കയ്യിൽ കൊടുത്തു. അത് അവർ സന്തോഷത്തോടെ തന്റെ കയ്യിൽ വാങ്ങി. എന്നിട്ട് അദ്ദേഹത്തെ നിറയുന്ന കണ്ണുകളോടെ നോക്കി. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ എപ്പോഴും കടമപ്പെട്ടിരിക്കുന്നു. ഞാൻ വാക്കു തരികയാണ്, ഞാൻ എന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നീ എൻ്റെ അനിയത്തിനെ പോലെ തന്നെയാണ്. ഏത് മര്യാദയെ പറ്റി നീ സംസാരിക്കുന്നുണ്ടോ അത് നിന്റെ ഉരിമയാണ്. പഞ്ചമി സന്തോഷത്തോടെ രാജാവിന്റെ കണ്ണിലേക്ക് നോക്കി. കുമാറും രമാവതിയും തട്ടിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കാണുകയായിരുന്നു. അവിടെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അവരിതൊക്കെ കണ്ട് വല്ലാതെ ദേഷ്യത്തിലായിരുന്നു. കുമാറും രമാവതിയും ആ മുറിക്കകത്തേക്ക് വന്ന് കയറി. കുമാർ കതകിനെ നന്നായി അടച്ചുപൂട്ടി. എന്താ അമ്മ ഇത്? മാമൻ എല്ലാ ആസ്തിയെയും ആ ചംചമിൻ്റെ പേരിൽ എഴുതി വെക്കുമോ എന്തോ? പിന്നെ നമുക്കെന്ത് കിട്ടാനാ? അതിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചംചമിയെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പക്ഷെ അതെങ്ങനെ സാധ്യമാവും? പഞ്ചമി രാത്രിയിൽ മുറിക്കകത്തു കൂടി നടക്കുകയായിരുന്നു. കൊട്ടാരം ശാന്തമായിരിക്കുകയാണ്, കാരണം എല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് രമാവതി അവരുടെ പാതയിൽ വന്നു. ചംചമി ഞെട്ടിപ്പോയി. എന്നിട്ട് ഒരടി പുറകിലോട്ട് എടുത്തു വെച്ചു. ചേച്ചി, നിങ്ങൾ ഇവിടെ? അവരൊരടി പുറകിലോട്ട് നീങ്ങി ചെന്നപ്പോൾ അവർ കുമാറിനെ ചെന്ന് ഇടിച്ചു. അവൻ അവരുടെ പുറകിൽ നിൽക്കുകയായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്? ചേച്ചി, എന്താണിതൊക്കെ? രമാവതി തന്റെ കയ്യിൽ ഒരു ടാബ്ലറ്റ് വെച്ചിരുന്നു. പിന്നെ ചംചമി അത് കണ്ടു. ഇല്ല, എന്താണിതൊക്കെ? ഒട്ടും കരുണ കാണിക്കാതെ കുമാർ അവരെ പിടിച്ചു. പിന്നെ നിർബന്ധിച്ച് അവരുടെ വായ തുറന്നു. രമാവതി ആ ടാബ്ലറ്റ് അവരുടെ വായിലിട്ടു. എന്നിട്ട് അവരുടെ വായ അടച്ചു വെച്ചു. എന്നോട് ക്ഷമിച്ചേക്ക് ചംചമി, പക്ഷേ സ്വത്തെന്ന് വരുമ്പോൾ അത് മനുഷ്യന്റെ ജീവനേക്കാളും വളരെ വലുതാണ്. ചംചമി സ്വയം രക്ഷപ്പെടാനായി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ കുമാർ അവരെ ഞെരിക്കാൻ തുടങ്ങി. അവർക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയിരുന്നു. അവരുടെ കണ്ണുകൾ പുറകിലോട്ടുള്ള ദിശയിലേക്ക് പോയി. അവരുടെ കണ്ണിൽ നിന്നും വായിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. കുറച്ചു സമയം പോരാടിയതിനു ശേഷം അവർ മരിച്ചുപോയി. കുമാറിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ജീവനില്ലാത്ത ശരീരം താഴേക്ക് കുഴഞ്ഞു വീണു. പുറകിൽ നിന്നും അവന് അറിയാവുന്ന ഒരു ശബ്ദം കേട്ടു. കുമാർ! അത് മറ്റാരുമല്ലായിരുന്നു, അത് രാജാവ് വിജയ് സിംഗ് ആണ്. മരിച്ചുപോയ ചംചമിയുടെ ശരീരത്തിനടുത്തേക്ക് ഓടി അവളെ പൊക്കിയെടുത്തു. അവളെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്റെ അനിയത്തി, നിനക്ക് എന്താ പറ്റിയത്? ചംചമി, എണീക്കൂ, എന്നോട് സംസാരിക്കൂ. ദേഷ്യത്തോടെ രാജാവ് എണീറ്റു. കുമാറിനെയും രമാവതിയെയും നോക്കി. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ എന്റെ അനിയത്തിനെ കൊന്നുകളഞ്ഞു. എന്നെ കൊണ്ട് ഇതിനെ സഹിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇതിന്റെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയേക്കും. രാജാവ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് കുമാർ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ചു. പിന്നെ ചുമരിൽ കൊണ്ടുപോയി ഇടിച്ചു. രാജാവ് രക്ഷപ്പെടാനായി ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ അദ്ദേഹത്തിന് അത് പറ്റിയില്ല. വയസ്സായ കിഴവ, ഇവൾ ചത്തുപോയതിന്റെ കാരണം നീയാണ് ഇവൾക്ക് ഒരുപാട് അധികാരങ്ങൾ കൊടുത്തിരുന്നത്. നിന്നെയും കൊന്നുകളഞ്ഞാൽ ഇനി മുതൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. കുറച്ചു സമയം പോരാടിയതിനു ശേഷം രാജാവും മരിച്ചുപോയി. ചംചമിയുടെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ശരീരവും കിടന്നു. കുമാറും രമാവതിയും അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കുമാർ ചെയറിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ രമാവതി അവനെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. എന്തുപറ്റി? ആലോചിച്ചു കൊണ്ടിരിക്കുന്നോ ഇത്ര പൈസ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന്? രണ്ടുപേരും ചിരിക്കുകയായിരുന്നു. ഇതോടെ ആ രാത്രിയും അവസാനിച്ചു. അടുത്ത ദിവസം രാത്രി പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞു. ഒരു സ്വാമിജി മന്ത്രങ്ങൾ പറയുകയായിരുന്നു. പിന്നെ യാഗകുണ്ഡത്തിൽ പൂക്കളൊക്കെ ഇടുകയായിരുന്നു. 2 മരബൊമ്മകളെ കത്തുന്ന തീയുടെ അടുത്ത് വെച്ചിരുന്നു. പിന്നെ സ്വാമിജി മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് കത്തുന്ന തീയുടെ നടുക്ക് പൂജ ചെയ്യുകയായിരുന്നു. കുറച്ചു ദൂരെ കുമാറും രമാവതിയും ഇരിക്കുകയായിരുന്നു.
ഒപ്പം കുമാറിന്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. വാടിയുടെ ഈ അഗ്രിമെന്റിന് അവസാനത്തെ രൂപം നൽകാൻ. അപ്പോഴാണ് സാഗറും ദിവ്യയും അവിടേക്ക് വന്നത്. കുമാർ സാഗറിനെ നോക്കി തലയനക്കി. പിന്നെ തിരിച്ച് സാഗറും തലയനക്കി കാണിച്ചു. അവർ തനിച്ചു നിന്ന് നടക്കുന്ന കാര്യങ്ങൾ നോക്കുകയായിരുന്നു. പെട്ടെന്ന് ദിവ്യയുടെ മുഖം വേറെ പോലെ മാറിയിരുന്നു. അവളുടെ ശരീരവും മാറി. പിന്നെ അവളുടെ കണ്ണുകൾ ചുവന്നതായി മാറി. അവൾ യാഗകുണ്ഡത്തിനടുത്ത് സ്വാമിജിയുടെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ചു. കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. അവളുടെ കൂർത്ത നഖം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കേറി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് രക്തം കൊണ്ട് നിറഞ്ഞു. പിന്നെ രക്തം ആ പാവകളുടെ പുറത്ത് ചെന്ന് വീണു. ആ സ്വാമിജി എല്ലാവരുടെ മുൻപിലും മരിച്ചു വീണു. സാഗർ, രമാവതി, കുമാർ, പിന്നെ കുമാറിന്റെ കൂട്ടുകാരൻ ഈ ഭയങ്കരമായ കാഴ്ച കണ്ടു. സാഗർ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ദിവ്യ! അവൾ തിരിഞ്ഞു നോക്കി. പിന്നെ ഉച്ചത്തിൽ നിലവിളിച്ചു. അതുകൊണ്ട് ഭൂമി മൊത്തം കുലുങ്ങാൻ തുടങ്ങി. സാഗർ നോക്കി. അവളുടെ മുഖം ഇപ്പോൾ ആണിന്റെയും പെണ്ണിന്റെയും രൂപത്തിൽ മാറിയിരിക്കുന്നു. ഒരു ക്ഷണം കൊണ്ട് രമാവതിയുടെയും കുമാറിന്റെയും മുഖം ആകെ മാറിയിരിക്കുകയാണ്. ചംചമേ! അതെ, ഞാനാണ്. ഈ ദിവസത്തിനായി ഞാൻ കഴിഞ്ഞ 12 വർഷങ്ങളായി കാത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പൂജ വഴിയാണ് നിങ്ങൾ ഓരോ വർഷവും എന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്കൊന്നും ചെയ്യാനായില്ല. എന്നെ ഞാൻ തന്നെ രക്ഷിക്കാനായി. യഥാർത്ഥ സ്നേഹം ആവശ്യമായിരുന്നു. എനിക്ക് എന്റെ ഏട്ടൻ നൽകിയതുപോലെ. പിന്നെ അത് എനിക്ക് ഇന്ന് ഇയാളുടെ കയ്യിൽ നിന്നും കിട്ടി. മതി, ഒരുപാടായി കഴിഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേർക്കുമുള്ള ശിക്ഷ തീർച്ചയായും കിട്ടും. ഈ രാത്രിയാണ് നിങ്ങളുടെ അവസാനത്തെ രാത്രി. ചംചമി കാറ്റത്ത് പറന്നുകൊണ്ട് അവർ രണ്ടുപേരുടെ അടുത്തേക്ക് വന്നു. അവരെ കഴുത്തിൽ പിടിച്ചു പൊക്കി ചുമരിലേക്ക് ചേർത്തു. അവർ തന്നെത്താനെ രക്ഷപ്പെടാനായി ശ്രമിച്ചു. പക്ഷെ അതിനകം സമയം കടന്നുപോയി. അവരുടെ കണ്ണിൽ നിന്നും രക്തക്കണ്ണീർ വരാൻ തുടങ്ങി. അതായത് 12 വർഷത്തിനു മുൻപ് ഏത് രീതിയിലാണോ അവളെയും അവളുടെ ഏട്ടനെയും കൊന്നത്, ചംചമിയുടെ കണ്ണിൽ എങ്ങനെയാണോ രക്തം വന്നത്, അതുപോലെ തന്നെ ചംചമിയുടെ നഖങ്ങൾ രമാവതിയുടെയും കുമാറിന്റെയും ശരീരത്തിൽ കേറി. കുമാർ രാജാവിന്റെ കഴുത്ത് എങ്ങനെ ഞെരിച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞോ അതേപോലെ കുമാറും രമാവതിയും മരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. എന്ത്? അവർ രണ്ടുപേരും ചെറുതായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അവരുടെ വായിൽ നിന്നും രക്തം ഒലിച്ചു. പിന്നെ അവരുടെ മുഖം ചുവന്നു പോയിരുന്നു. അവർ രണ്ടുപേരും മരിച്ചുപോയി. ചംചമി കഴുത്ത് ഞെരിച്ചതുകൊണ്ട് അവൾ അവരെ വിട്ടുകളഞ്ഞു. പിന്നെ അവരുടെ ബോഡി ഒന്നിനു പുറകിൽ ഒന്നായി താഴേക്ക് വീണു. ശരിക്കും 12 വർഷത്തിനു മുൻപ് രാജാവിന് നടന്ന അതേ കാഴ്ച പോലെ തന്നെ. ചംചമി കണ്ണീരോടെ സാഗറിനെ നോക്കി. പിന്നെ ഒരു ക്ഷണം കൊണ്ട് അവളുടെ മുഖം ആകെ മാറി. ചംചമി കാണാതെയായി. ദിവ്യ മയങ്ങി താഴേക്ക് തറയിൽ വീണു. സാഗർ അവളുടെ അടുത്തേക്ക് ഓടി. അവളെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം സാഗർ വളരെ വിഷമത്തോടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദിവ്യ അദ്ദേഹത്തിനടുത്തേക്ക് വന്നത്. അവൾ തന്റെ കൈ കാണിച്ചു. അവളുടെ കയ്യിൽ സാഗറിന് നഷ്ടപ്പെട്ട ആ ഫോൺ ഉണ്ടായിരുന്നു. ഇത് നിനക്ക് എങ്ങനെ കിട്ടിയത്? കിട്ടിപ്പോയി. ഇത് വെച്ചോളൂ. നിങ്ങൾക്കൊരു പക്ഷെ ആവശ്യപ്പെടാം. സാഗർ ഉടനെ ഫോണ് അൺലോക്ക് ചെയ്തു. എന്നിട്ട് നോക്കി. ദിവ്യയുടെ ഒരുപാട് മിസ് കോൾസ് ഉണ്ടായിരുന്നു. മെസ്സേജും വന്നിരുന്നു. എല്ലാരും ഇതാണ് ചോദിക്കുന്നത്, അവൾ എവിടെയാണെന്ന്. അദ്ദേഹം അവിടെ നോക്കി. പക്ഷെ ദിവ്യയെ എവിടെ കാണാനില്ല. അദ്ദേഹം 4 ചുറ്റിലും ചുറ്റി നോക്കി. പക്ഷെ ദിവ്യ അവിടെ എവിടെയുമില്ല. അപ്പോഴാണ് ഒരു വെളുത്ത ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നത്. ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്നാൽ ആരാണോ ബസ്സിൽ നിന്ന് ഇറങ്ങിയത് അത് മറ്റാരുമല്ല, അതായിരുന്നു ദിവ്യ. അവളുടെ കണ്ണിൽ ദേഷ്യം നന്നായി കാണാൻ സാധിച്ചു. അവൾ സാഗറിന് അടുത്തേക്ക് വന്നു. പിന്നെ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഓങ്ങി ഒരു അടി അടിച്ചു. സാഗർ ഒരു ക്ഷണം അങ്ങനെ ഞെട്ടിപ്പോയി നിന്നു. പിന്നെ അതിനുശേഷം എന്താണ് ഉണ്ടായത് അത് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ദിവ്യയെ കെട്ടിപ്പിടിച്ചു. ഐ എം സോറി. ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിപ്പിക്കാം. കാഴ്ച വാടിയുടെ അടുത്തേക്ക് ചെന്നു. ഇന്നലെ വരെ അത് ശാന്തതയില്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷെ ഇന്ന് അത് ശാന്തത നിറഞ്ഞിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ടതുപോലിരുന്നു. കഥ ഇതോടെ അവസാനിച്ചു.